ഇതാരാ? ഗൈസ്, വെൽക്കം ബാക്ക് ടു കലു ഫാമിലി. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ എൻ്റെ വലിയ മക്കൾ എല്ലാവരും ഇന്ന് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവരൊക്കെ വീട്ടിലോട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. ഓണത്തിന് എല്ലാവരും കൂടിയതാണ്, പക്ഷേ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ചേച്ചിമാരൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലാണ് ഒത്തുകൂടുന്നത്. അപ്പം അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് കാണാം. അവരിപ്പോൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നു. എന്താ അമ്മ ഉണ്ടാക്കണ? പപ്പടം വരയ്ക്ക്, അടിപൊളി വറുത്തരച്ച സാമ്പാർ. അതും കാണില്ല. ഹായ് ഗൈസ്, ഞാൻ ചിക്കൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാരാണ്? വല്യമ്മയോ? അന്നമ്മളെ ഇത് നോക്കിയേ. അന്നക്കുട്ടി എവിടെ നോക്ക്. ഉമ്മയുണ്ട് അവൾക്ക്. സ്മൈലേ, ചിരിക്ക്. അപ്പം അമ്മ ചെറിയൊരു സദ്യയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. ചോറ്, തേങ്ങരച്ച സാമ്പാർ, അവിയൽ, ഉപ്പേരി, പച്ചടി, പപ്പടം. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ചിക്കൻ ഇല്ലാതെ നമുക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തേയില്ല സദ്യയിൽ. അങ്ങനെ നല്ലൊരു ചിക്കൻ വരട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാവരും ഒത്തുകൂടിയിട്ട് ഇരുന്ന് കഴിച്ചിട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രാവിലെ തന്നെയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഞങ്ങൾ അവരെ. അതിനിതാ ചേച്ചിമാരൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വലിയച്ഛനും ചേച്ചിയും ഒക്കെ ഇരുന്നിട്ട്. അവർ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ എന്നെ കാണാൻ വരുന്നത്. ചെറിയ ചേച്ചിക്ക് കുറച്ച് ബിസി ആയതുകൊണ്ട് അങ്ങനെ വരാറില്ല. പിന്നെ വലിയ ചേച്ചിയും കുറച്ച് തിരക്കിലായതുകൊണ്ട് അങ്ങനെ വരാറില്ല കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ചിരിക്കുക. ഗൈസ്, ഇതെൻ്റെ വലിയ ചേച്ചി. ഓപ്പോള് ചേച്ചി ടീച്ചറാട്ടോ. അപ്പോൾ വരില്ലാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് വീഡിയോയിൽ. അപ്പോൾ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ ചെറിയ ചേച്ചിയാണ്. ചെറിയ ചേച്ചിയുടെ പിന്നണിയാണ് അവിടെ ഇരിക്കുന്നത്. മാമനും മോനും എങ്ങോട്ട് നോക്കൂ, ഇങ്ങ് നോക്കുമ്പോട്ടോ. മാമൻ കടയ്ക്ക് പോകാൻ നിൽക്കുമ്പോ മകൻ നിൽക്കുന്നു. ചിരിക്കിട്ടാ. ഹലോ ഗായ്സ്, സോറി. ഹായ് ഗായ്സ്. പിന്നെ അടുത്ത ഞായറാഴ്ച അല്ല, അതിന്റെ പിറ്റേന്ന് ഞായറാഴ്ച പാട്ടോ. ബാബ ബാബ എവിടേക്ക് ഓടണേ? എങ്ങനെ ഒന്നുകൂടി കൊടുക്കേച്ചി. അങ്ങനെ അനിയൻ പോയിട്ട് സിപ്പപ്പും ഐസ്ക്രീമും ഒക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് വലിയ ചേച്ചി പോകാൻ നിൽക്കുകയാണ്. ചേച്ചി കുറച്ച് ദൂരമുണ്ട് പോകാൻ. അപ്പോൾ ഇപ്പോൾ ബസ് 3 മണിക്കാട്ടോ ബസ്. അപ്പോൾ അങ്ങനെ ചേച്ചി യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പം ഇനി അടുത്ത നെക്സ്റ്റ് വീക്കിൽ കാണാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വലിയ ചേച്ചി പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ ചേച്ചി കൊണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെറിയ ചേച്ചിയും പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ചേച്ചിക്കും കുറച്ച് ദൂരം പോകണം. അങ്ങനെ വാവേനെയൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അന്നക്കുട്ടി പോണതിൽ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. കാരണം കുറേ നാൾക്ക് ശേഷം കാണുകയാണ്. ആളായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാൻ ശരിക്കും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി